ഒരു 5 to 10 ഇയേഴ്സ് എടുക്കും ഇത് പ്ലാനിങ് മുതൽ അത് ആക്ച്വൽ ഹാൻഡിങ് ഓവർ നടത്തണ വരെ. സക്സഷൻ പ്ലാനിങ് എന്നാൽ ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു സ്റ്റേജിലേക്കുള്ള പ്ലാനിങ് ആണിത്. അട്രാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞത് ഇൻഡക്ഷനാണ്. ഇപ്പം നമ്മൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വെച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്താൽ മാത്രമേ അവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എന്തായാലും രണ്ടു പേർക്ക് ഈ സിസ്റ്റം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആ റെസ്പെക്റ്റീവ് ടീം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. സക്സസർക്ക് ഏറ്റെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇത് കൊടുക്കാനായിട്ട്. റിട്ടയർ ചെയ്യുന്നയാൾ ഹി ഹാസ് ടു സ്റ്റേ കണക്റ്റഡ്. പെട്ടെന്ന് ഇട്ടിട്ട് ഒരു കാറിൻ്റെ കീ കൊടുത്തിട്ട് പോകണ പോലെ പോകാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഏജ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 40 to 45 ആണ് ബെസ്റ്റ് ടൈം ടു ടേക്ക് ഓവർ ആസ് ദി ചീഫ് ഓഫ് എ ബിസിനസ് ഓർ എ കമ്പനി. ഫാമിലി ബിസിനസ്സിലെ ഒരു പ്രധാന സ്റ്റേജ് ആണല്ലോ സക്സഷൻ പ്ലാനിങ്. എന്താണ് സക്സഷൻ പ്ലാനിങ് എന്ന് സാർ ഒന്ന് സിമ്പിളായി പറയാമോ? സക്സഷൻ പ്ലാനിങ് എന്നാൽ ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു സ്റ്റേജിലേക്കുള്ള പ്ലാനിങ് ആണിത് സക്സഷൻ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എപ്പോൾ വേണം എന്ന് ചോദിച്ചാൽ ഒരു തലമുറയുടെ ആൾ ആ ബിസിനസ് നടത്തി ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അടുത്ത തലമുറയുടെ ആൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരു സ്റ്റേജാണ് ആ സക്സഷൻ പ്ലാനിങ്ങിൻ്റെ സമയം. ഇതിലേക്ക് വേണ്ടിയിട്ട് പ്ലാനിങ് നേരത്തെ തന്നെ തുടങ്ങണം. ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു ആക്ടിവിറ്റി അല്ല. ഇത് ഒരു 5 to 10 ഇയേഴ്സ് എടുക്കും ഇത് പ്ലാനിങ് മുതൽ അത് ആക്ച്വൽ ഹാൻഡിങ് ഓവർ നടത്തണ വരെ. ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ സാർ? പ്ലാനിങ്ങിനെ പറ്റി തന്നെ പറയാം. അതായത് ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അതിനൊരു സയൻസ് ഉണ്ട്. ആ രീതിയിൽ മാത്രമേ അത് ചെയ്താലേ അത് സക്സസ്ഫുൾ സക്സഷൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആവുള്ളൂ. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സക്സസറായി വരാൻ പോകുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൽ. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പനി അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഹി ക്യാൻ ബി എ സക്സസർ. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തക്ക രീതിയിൽ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ആൾ ബിസിനസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. ഇവർ രണ്ടുപേരും, അതായത് റിട്ടയർ ചെയ്യുന്ന തലമുറയും ഏറ്റെടുക്കാൻ പോകുന്ന തലമുറയും ഒന്നിച്ച് കുറേ നാൾ ആ ബിസിനസ് ഓടിച്ചു പോകുന്നു. ഇതിനൊരു സേഫ് പോയിന്റ് എത്തി എന്ന് തുടങ്ങുമ്പോൾ ഇത് സക്സസർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഈ ഹാൻഡ് ഓവറിങ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നയാൾ ഹി ഹാസ് ടു സ്റ്റേ കണക്റ്റഡ്. പെട്ടെന്ന് ഇട്ടിട്ട് ഒരു കാറിൻ്റെ കീ കൊടുത്തിട്ട് പോകണ പോലെ പോകാൻ പറ്റില്ല. അത് സ്റ്റേ കണക്റ്റഡ് ആയിട്ട് നോക്കി നിൽക്കണം. അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എത്തുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു വാച്ച് സിറ്റുവേഷനിൽ നോക്കി നിൽക്കണം. അതിനുശേഷം ആൾക്ക് റിട്ടയർ ചെയ്ത് പോകാം. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സാർ, ഈ സക്സഷൻ പ്ലാനിങ് എന്ന പ്രോസസ്സ് അത് ഒന്ന് വിശദമായി പറയാമോ? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 3-4 ബ്രദേഴ്സ് കൂടി ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ സക്സസർ ആവാൻ പറ്റിയ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഇവരെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യണം. നമുക്കറിയില്ല ഇവരിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന്. ഇവരെ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യണം ആ സക്സസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഐഡൻറ്റിഫൈ ചെയ്ത ആൾക്കാരെ എല്ലാവരും നമ്മൾ അട്രാക്റ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ്. ഇനി എങ്ങനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ മുതലേ തന്നെ ഇവരെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയും ഫാമിലി മീറ്റിങ്ങുകളിൽ അവരെ ഉൾപ്പെടുത്തുകയും ഇതൊരു നല്ല കാരിയറാണ് ഇവർക്ക് ഈ ബിസിനസ്സിലേക്ക് വരാനൊരു താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയും അതിൻ്റെ മീറ്റിങ്സുകൾ നടത്തിക്കൊണ്ട് പോവുകയും അതിൻ്റെ റിസൾട്ടുകൾ ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ഫെസിലിറ്റീസിനെ പറ്റിയും അതിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കുകയും ഇൻഡയറക്റ്റ്ലി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ അട്രാക്ഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ 3 മക്കളുള്ള അല്ലെങ്കിൽ 3 പേര് നടത്തുന്ന ഒരു ഫാമിലി ബിസിനസ് ആണെങ്കിൽ ഇതിൽ മൂത്തയാളുടെ മകൻ തന്നെ ഇതിൻ്റെ സക്സസർ ആവണം, അങ്ങനെ ഒരു നിയമമുണ്ടോ? ആ നിയമം ചില സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ നല്ലൊരു നിയമമല്ല. ഈ സക്സസർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ്, മറ്റത് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ്. ഈ ഫാമിലിയിലേക്ക് ജനിച്ചു വരുന്ന എല്ലാവർക്കും അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ഒരു റൈറ്റ് ഉണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അവർക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അനുവിൻ്റെ ചോദ്യത്തിന് മൂത്ത മകൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ ഒരു നിയമം ഇട്ടുപോയാൽ ആക്ച്വൽ മാനേജ്മെൻറ്റിൽ അതൊരു പ്രോബ്ലത്തിലെത്തിക്കാം. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേറെ വഴികളുണ്ട്, പക്ഷേ ആക്ച്വൽ മാനേജ് ചെയ്യുന്നയാൾ അതിന് കേപ്പബിളും എലിജിബിളും ആ പൊസിഷൻ ഏൺ ചെയ്ത ആൾ തന്നെയായിരിക്കണം. അപ്പം ഇത് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഡക്ഷനാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ആരെ നമുക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഒരു പ്രോസസ്സ് അവിടെ നടന്നിരിക്കണം. ഇവർ ആർക്കാണ് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മളൊരാളെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വെച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്താൽ മാത്രമേ അവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇൻഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അതായത് അവരെ വളരെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്ത രീതിയിൽ അതിനൊരു പ്രൊസീജിയർ തന്നെ വേണം അവരെ ഇൻഡക്റ്റ് ചെയ്യാനായിട്ട്. സാറിന് ഇതിൽ നമ്മൾ ചെയ്യുന്ന താഴെ ലെവൽ മുതൽ ഒരേ ഏരിയാസും അവരെ പഠിപ്പിച്ച് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ കുറേ കാലം വർക്ക് ചെയ്ത് ആ ഓരോരോ ഏരിയയുടെ ആക്ടിവിറ്റീസ്, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കി ഓരോ ടൈം ബൗണ്ടായിട്ട് ഫിക്സ് ചെയ്ത് അത് കവർ ചെയ്ത് 1 or 2 ഇയേഴ്സിനുള്ളിൽ ആ പ്രോസസ്സ് കണക്കാക്കി അതിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം കൂടെ സാറിന് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഉത്തരവാദിത്വം കൊടുക്കുന്നതിന് മുമ്പ് ഈ പ്രോസസ്സിൽ ഏതെങ്കിലും ചെറിയൊരു പാർട്ടിൻ്റെ ഉത്തരവാദിത്വം മാത്രം കൊടുക്കും. ഒരു ബിസിനസ് ഓടിച്ചുകൊണ്ടിരിക്കണം, ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ടിൻ്റെ മാത്രം, അല്ലെങ്കിൽ പർച്ചേസിൻ്റെ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ HR-ൻ്റെ അല്ലെങ്കിൽ ഫിനാൻസ് പഠിച്ചിട്ടുള്ള ഫിനാൻസ് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ അവിടെ ഇവർക്ക് ഒരു ഇന്നോവേഷൻ നടത്താനോ പ്രൂവ് ചെയ്യാനോ അവരുടെ കഴിവ് കാണിക്കാനോ പറ്റിയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് ശരിക്കും. ഈ ഒരു പാർട്ട് ശരിയാക്കിയാൽ മാത്രമേ മുഴുവൻ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് ഓടിക്കുക എന്നുള്ളതാണ്. അതായത് റിട്ടയർ ചെയ്യുന്നയാൾ, അതായത് ഹാൻഡ് ഓവർ ചെയ്യുന്നയാളും സക്സസർ അത് എടുക്കുന്നയാളും ഒന്നിച്ച് ബിസിനസ് ഓടിക്കുക. അപ്പം അതിലും വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നയാൾ വളരെ കുറച്ച് ആക്ടിവിറ്റീസിലേ ഇൻവോൾവ് ചെയ്യാവുള്ളൂ. മറ്റേ ആളെ കൊണ്ട് ഡിസിഷൻസും പ്ലാനിങ്ങും എല്ലാം ചെയ്യിച്ച് അതിലെന്തെങ്കിലും കറക്ഷൻ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്ത് കൊടുത്ത് അവരാ ബിസിനസ് ഓടിച്ചു പോകുന്നു. സാർ, ഈ സക്സഷൻ പ്ലാനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിങ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഇത് ആരാണ് ചെയ്യുന്നത്? ഇതിന് ഒരു ടീമോ അങ്ങനെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ? എന്തായാലും രണ്ടുപേർക്ക് ഈ സിസ്റ്റം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആ റെസ്പെക്റ്റീവ് ടീം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അവിടുത്തെ സിസ്റ്റംസ് അവർ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഹെഡ് ഓഫീസിലോ ഡയറക്ടേഴ്സ് ഓഫീസിലോ വരുമ്പോൾ അവിടെ ഒരു ഓഫീസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഓൾറെഡി ട്യൂൺഡാണ്. മറ്റേ ഇതിനു മുമ്പുള്ള റിട്ടയർ ചെയ്യുന്ന ആ പേഴ്സൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് അതെല്ലാം ട്യൂൺഡാണ്. പിന്നെ പുതിയ ആൾ വന്നു കഴിയുമ്പോൾ നാച്ചുറലി അയാൾക്ക് കുറച്ചുകൂടെ എക്സ്പോഷറൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറേ ചേഞ്ചസുകളും മാറ്റങ്ങളും ഇന്നോവേഷൻസും ഐഡിയാസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് വരാം. ഈ സക്സസറെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ സക്സസറെ കണ്ടെത്തേണ്ടത്? ഈ കുടുംബ ബിസിനസ് നടത്തുന്ന ആളുകൾ തന്നെയാണോ, പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയാണോ, ആരാണെന്നോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഇത് ഏജൻസി എന്നുള്ളതല്ല, രണ്ടും സെപ്പറേറ്റ് ചെയ്താലും വിജയിക്കില്ല. ഇതിൻ്റെ ഒരു ജോയിൻറ്റ് കൗൺസിൽ ഉള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡിസിഷൻ കൂടുതൽ എടുക്കാൻ ഔട്ട്സൈഡ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യം, അവരുടെ ഇൻപുട്ട്, അവരുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നല്ലൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഈ ബിസിനസ് മാനേജ് ചെയ്യാനായിട്ട് അടുത്ത സക്സസറെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും ആ ബോർഡിലുള്ള പ്രൊഫഷണൽസ് ഇവരെ ടെസ്റ്റ് ചെയ്ത് ഇവർക്ക് അതിന് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേക്ക് ഇൻഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇൻഡക്റ്റിന് തൊട്ട് മുമ്പ് വരെ ദേ ഹാവ് ടു പ്രൂവ് ദെയർ മെറ്റൽ. ഇതിനുള്ള അവസരങ്ങൾ ആ കമ്പനിയിൽ കൊടുക്കും. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊസിഷൻ മാത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ടാർജറ്റ് കൊടുക്കുന്നു. ഇതിലേക്ക് ഈ ആളുടെ കോൺട്രിബ്യൂഷൻ, അയാളുടെ തിങ്കിങ്, അയാളുടെ പ്ലാനിങ്, അയാളുടെ ഫോളോ അപ്പ്, അയാളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കി അത് വിജയിപ്പിച്ചാൽ മാത്രമേ ഇത് കൊടുക്കാനുള്ള കപ്പാസിറ്റി വരുള്ളൂ. അപ്പം അങ്ങനെയാണ് ആ സ്റ്റേജ് വരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ഡിസൈഡ് ചെയ്യണേ ആരെന്ന് വെച്ചാൽ ഫൈനൽ ഡിസിഷൻ ഷുഡ് ബി ബെറ്റർ ഫോർ എ പ്രൊഫഷണൽ ടീം, ബട്ട് മാനേജ്മെൻറ്റിൻ്റെതായ രീതിയിലുള്ള ഇൻപുട്ടുകൾ അവിടെ കൊടുക്കാം. അൾട്ടിമേറ്റ്ലി തിരഞ്ഞെടുക്കുന്ന ആൾ ആ ബിസിനസ് ഓടിക്കാൻ കേപ്പബിളുള്ള ആളാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റൂള്. സാർ, ഈ സക്സഷൻ എന്നത് ഈ ഹാൻഡിങ് ഓവർ വരെ എത്തി നിൽക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സക്സസ്ഫുള്ളായിട്ട് ഈ അധികാര കൈമാറ്റം നടത്തുന്നത്? ഇത് ഹാൻഡിങ് ഓവർ കഴിഞ്ഞിട്ടും 1-2 പ്രോസസ്സോടെ ഉണ്ട്. ഈ ഹാൻഡിങ് ഓവർ പൊസിഷനിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം രണ്ടുപേരും കൂടി ജോയിൻ്റ് ആയിട്ട് ആ ബിസിനസ് ഓടിക്കുന്നു കുറച്ച് കാലം, മേ ബി ഫോർ ആൻ ഇയർ. അത് കഴിയുമ്പോഴത്തേക്കും റിട്ടയർ ചെയ്യുന്നയാൾ ആ ഓഫീസിൽ നിന്നേ മാറുന്നു. പിന്നെ ഫുൾ ഫ്രീഡം ഈ സക്സസർ കൊടുക്കണം. പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനും എല്ലാം ഫ്രീഡം സക്സസർ കൊടുക്കണം. എന്നിട്ട് മറ്റേ ആൾക്ക് അവിടെ വാച്ച് ചെയ്യാം.
അല്ലെങ്കിൽ ഈ ആൾക്ക് ഈ സക്സസർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ, എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ആളോട് ചോദിക്കാം. അപ്പോൾ പുള്ളി സ്റ്റേ കണക്റ്റഡ് ആണ്, ബട്ട് ആക്ടിവിറ്റിയിലില്ല. ആ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് വന്നാലേ ഇത് ഫുൾ സക്സഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇതിലും ഒരു പോയിന്റ് ഉള്ളത്, ഈ റിട്ടയർ ചെയ്യുന്ന ആൾ ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ ബോർഡ് ഓഫ് കൗൺസിലിലോ ഒക്കെ കാണും. അപ്പോൾ എപ്പോഴും ആ കണക്ടിവിറ്റി, ആ ഒരു വാച്ച് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾക്ക് മാത്രം അഡ്വൈസ് എടുക്കാം, വേണ്ട കാര്യങ്ങളിൽ മാത്രം അഡ്വൈസ് കൊടുക്കാം. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് വേണ്ട കാര്യത്തിനും വേണ്ടാത്ത കാര്യത്തിനും അഡ്വൈസ് കൊടുക്കും. അപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സക്സസറായി ഏറ്റെടുത്ത ആൾക്ക് ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഉള്ള ഫ്രീഡം ചിലപ്പോൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, ഈ ഹാൻഡ് ഓവർ ചെയ്ത ആളുടെ പ്രസൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ഓൺ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ബേസിസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ ഷുഡ് ബി എവേ. എങ്കിൽ മാത്രമേ ഇത് ഫങ്ഷൻ ചെയ്ത് വരുള്ളൂ. ഇതിനകത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുള്ള എംപ്ലോയീസ്, വർഷങ്ങളായിട്ടുള്ള സിസ്റ്റം, വർഷങ്ങളായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവർ ഈ റിട്ടയർ ചെയ്ത ആളുമായിട്ട് വളരെ യൂസ്ഡാണ് ആ സിസ്റ്റംസും ആ ബിഹേവിയറും എല്ലാം വെച്ചിട്ട്. അപ്പോൾ പുതിയൊരു ബിഹേവിയർ വരുമ്പോൾ നാച്ചുറലി ആൾക്കാർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവാം. പക്ഷേ ഈ റെസിസ്റ്റൻസ് കൂടി കവർ ചെയ്തുകൊണ്ട് വേണം ഇൻഡക്ഷൻ പ്ലാൻസ് എടുക്കാൻ. അതായത് എംപ്ലോയീസിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കണം. ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം ഇന്ന ആൾ ചേഞ്ച് വരാൻ പോവാണ്, രണ്ടുപേരും. അതുപോലെ വരുന്ന ആളും പെട്ടെന്ന് ചേഞ്ചുകൾ വരുത്താണ്ട്, ചേഞ്ചുകൾ എന്തായാലും വന്നേ പറ്റുള്ളൂ, ചേഞ്ചുകൾ വരുത്താണ്ട് അത് മനസ്സിലാക്കി ഒരു മച്യൂർഡ് രീതിയിൽ അഡ്രസ്സ് ചെയ്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസിങ് പ്ലാനിങ് നടത്തി പോകാറുള്ളത്, ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകാറുള്ളത്. സാർ ഇപ്പോൾ പറഞ്ഞു അധികാര കൈമാറ്റം നടത്തി ഈ അധികാരം കൊടുക്കുന്നയാൾ മാറി നിന്നത് വാച്ച് ചെയ്ത് പിന്മുറക്കാരനെ ഇത് ഏൽപ്പിക്കണമെന്ന്. പക്ഷെ ചില കേസുകൾ കാണാറില്ല, ഈ അധികാരം കൈമാറിയ ആൾ വീണ്ടും ഇതിലേക്ക് കയറി വന്ന് അഭിപ്രായങ്ങൾ പറയുകയും ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ അടിവരായിട്ട് പറഞ്ഞത്, ആ വിസിനിറ്റിയിലെ ആളോട് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഒരു ടെൻറ്റേഷൻ, ഒരു ടെൻഡൻസി അവിടെ വരും, ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ ടെൻഡൻസി അവിടെ വരും ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട്. കാരണം 30-40 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇത് സക്സസർക്ക് ഏറ്റെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇത് കൊടുക്കാനായിട്ട്. കാരണം ഈസ് യൂസ് ടു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ റിട്ടയർ ചെയ്യുന്നയാൾക്ക് വേറൊരു എൻഗേജ്മെൻറ്റ്, മീനിങ് ഫുൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ വീണ്ടും കംപ്ലീറ്റ് ആൾക്കാർ, ഇൻക്ലൂഡിങ് എംപ്ലോയീസ്, ദ സിസ്റ്റം, എവരിബഡി വിൽ ബി കൺഫ്യൂസ്ഡ് ഇത് ഏതിൽ പോകണം എന്നുള്ളത്. സാർ, ഇതുപോലെ അധികാരം കൈമാറ്റം നടത്തിയിട്ടും ഇദ്ദേഹം പോവാത്ത കേസുകൾ സാറിൻ്റെ ഓർമ്മയിലുണ്ടോ? ഇത് കേസുകൾ ഓർമ്മയിലുണ്ടോ എന്നുള്ളതല്ല, സാധാരണഗതിയിൽ അൺലസ് അത്ര പ്രൊഫഷണലി ഗവേൺഡ് സിസ്റ്റമുള്ള കമ്പനിയിലല്ലെങ്കിൽ ഇത് സർവ്വസാധാരണമാണ്. അതായത് ഹാൻഡ് ഓവർ ചെയ്തിട്ടും ആ പൊസിഷനിൽ ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ, എല്ലാ കാര്യത്തിലും ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എംപ്ലോയീസിൻ്റെ അടുത്ത് പോയി ആവശ്യമില്ലാത്ത ഇത് ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതതിൻ്റെ ഒരു ബിഹേവിയറിൽ പെട്ടതാണ്. ഒരു കേസ് ഞാൻ പറയാം. അതായത് ഈ സക്സഷൻ വേണം, നമ്മളിപ്പോൾ ഏത് റിട്ടയർ ചെയ്യാറുള്ള ആൾക്കാരും ഇവിടെ ചെന്നാലും അവർ പറയുന്നത്, എനിക്കിതൊന്ന് വിട്ടുകൊടുക്കണം, എനിക്ക് തലവേദന കയ്യിൽ നിന്ന് ഒഴിവാക്കണം, എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ടൂറൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് ഫാമിലിയുടെ കൂട്ടത്തിലൊക്കെ സ്പെൻഡ് ചെയ്ത്, ഇതുവരെ ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതൊന്ന് ചെയ്യണം എന്നുള്ളതാണ് 99% ആൾക്കാരും പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു 90%ഉം ഈ സംസാരം അല്ലാണ്ട് ഇത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ ഒരു കേസ് ഞാൻ പറയാം. ഈ കേസിൽ ഫാദർ ഇത് ഓടിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു സ്റ്റേജ് വരെ അത് നടന്നു. അതായത് സണ്ണിനെ ഇൻഡക്റ്റ് ചെയ്തു, പുള്ളിക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ കൊടുത്തു, അത് പുള്ളി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഫാദർ മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നു, ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പലരുടെ അഡ്വൈസിൻ്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ബോർഡിൻ്റെ പ്രഷറിൻ്റെ പുറത്തായിരിക്കാം, ഒരു ദിവസം പുള്ളി ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് അനൗൺസ് ചെയ്തു, ഞാൻ നാളെ മുതൽ ഞാനല്ല ബിസിനസ് ചെയ്യുന്നത്, ഇനി എല്ലാം മാനേജ് ചെയ്യുന്നത് എൻ്റെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സണ്ണായിരിക്കും, പുള്ളിനെ ഞാൻ ഇത് ഹാൻഡ് ഓവർ ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു പെശകുണ്ട്. കാരണം ഇതാരും പ്രിപ്പയർഡ് അല്ല. അങ്ങനെ ഒരു ഫൈൻ മോർണിംഗ് ആ ലെവൽ വരെ എത്തിയെങ്കിലും ഫൈൻ മോർണിംഗ് ഇങ്ങനെ ഏറ്റുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയീസും സ്റ്റാഫും ഈവൻ സൺ വരെ ഞെട്ടിപ്പോയി. ഇത് ഇത്ര പെട്ടെന്ന് എനിക്കൊരു ഷോക്കായിപ്പോയി എന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ സണ്ണിനെ എല്ലാവരും
എന്താണ് കൺഗ്രാജുലേറ്റ് ചെയ്തു, പ്ലസൻട്രീസ് കൊടുത്തു, എല്ലാം ഒരു ബഹളത്തിലൊക്കെ നടന്നു. എന്നിട്ട് പുള്ളി വീണ്ടും അനൗൺസ് ചെയ്തു, ഞാൻ നാളെ ഫോറിൻ ടൂറിന് പോവാണ്, ഞാനെല്ലാം ബുക്ക് ചെയ്തിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്, ഞാൻ പോവാണ്, നാളെ വല്ലതും ഉണ്ടാവില്ല, മൈ സൺ വിൽ ടേക്ക് കെയർ. അപ്പോൾ സൺ ഈസ് വെരി എന്തൂസിയാസ്റ്റിക് പേഴ്സൺ. പുള്ളി ആ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ അന്ന് രാത്രിയിലൊക്കെ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസമൊക്കെ എത്തി സെക്രട്ടറിയോടൊക്കെ സംസാരിച്ച് പുള്ളി രാവിലെ ഓഫീസിൽ വരുമ്പോൾ ഫാദർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അതേ ഓഫീസിൽ തന്നെ. അപ്പോൾ ഇതെന്താന്ന് ഫാദർ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, അതേ ഞാനിത് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിസ്റ്റം ശരിയാവോ, ഒരു കൊല്ലോടെ ഞാനിതൊന്ന് ഓടിച്ചിട്ട് പോവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സൺ ചോദിച്ചത് എല്ലാവരോടും അനൗൺസ് ചെയ്ത് ടൂറൊക്കെ പോകാനെല്ലാം തീരുമാനിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രിയിൽ എനിക്ക് തോന്നി അതിപ്പോൾ തൽക്കാലം വേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് നാളോടെ കണ്ടിന്യൂ ചെയ്യണം. ഇതൊക്കെയാണ് ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ. അതായത് അനൗൺസ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വീണ്ടും കൊണ്ട് ഇൻവോൾവ് ചെയ്ത്. സാറിന് നമ്മൾ കാണാവുന്ന ഇത്രയും വേഴ്സായിട്ട് കാണാറില്ല, ഹാൻഡ് ഓവർ ചെയ്യും, പക്ഷേ പുള്ളിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ല. എന്ത് കണ്ടാലും അതിൻ്റെ മുകളിലൊരു കുഴപ്പം, അല്ലെങ്കിൽ ആ ചെയ്ത ആക്ടിവിറ്റിയെ പറ്റി വേറെ റെഫറൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക, ഹൗ ഹീസ് റണ്ണിങ് എന്ന് ചോദിക്കുക. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിലും അതനുസരിച്ചിട്ടുള്ള ഡെലിവറീസും അതനുസരിച്ചിട്ടുള്ള അതിൻ്റെ മുകളിലുള്ള ഡിസിഷൻ മേക്കിംഗ് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞ പോലെ റിട്ടയർ ചെയ്യണ ആളെ എൻഗേജ് ചെയ്യിക്കാണ്ട് ഇത് സക്സസ്ഫുൾ ആയിട്ട് പോകില്ല. കാരണം റിട്ടയർ ചെയ്യണ ആള് ആ ഫാമിലിയുടെ ഒരു മൂത്ത ആളായിരിക്കും, ഇത്രയും കാലം ബിസിനസ് ഓടിച്ചാണ്. പുള്ളിയുടെ ഹാപ്പിനെസ്സോട് കൂടിയേ ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി എങ്ങനെ ഹാപ്പി ആക്കാം എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് ആ മനസ്സ് മാറ്റണം, മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്ത് ആ മെൻ്റൽ അപ്രോച്ച് മാറ്റണം. പ്ലസ് യു മസ്റ്റ് ബി എൻഗേജ്ഡ്. സാർ, ഈ അധികാര കൈമാറ്റം നടത്താൻ ഏറ്റവും യോജ്യമായ ഒരു പ്രായപരിധി അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു പ്രായമുണ്ടല്ലോ, അത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അതെ, ഈ അധികാര കൈമാറ്റം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഈ സക്സഷൻ്റെ മറ്റേ വശമാണ് റിട്ടയർമെൻറ്റ്. ഇതിനൊരു ആക്ച്വൽ ഒരു മച്യൂർഡ് ടൈമുണ്ട്. ആ ടൈം എപ്പോഴും സക്സസറെ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ഏജ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 40 to 45 ആണ് ബെസ്റ്റ് ടൈം ടു ടേക്ക് ഓവർ ആസ് ദി ചീഫ് ഓഫ് എ ബിസിനസ് ഓർ എ കമ്പനി. കാരണം അതുകൊണ്ട് ആവശ്യത്തിന് എക്സ്പീരിയൻസ് കിട്ടും, ആവശ്യത്തിന് മച്യൂരിറ്റി വരും, ആവശ്യത്തിന് തിങ്കിങ് ലെവൽ വരും. അങ്ങനെ ഇതെല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് ഏജ് എന്ന് പറയുന്നത് ഒരു 40 to 45 years ആണ്. പല ഫാമിലി ബിസിനസ്സിലും അവരുടെ ഇതിൽ വാട്സാറ്റ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ബൈലോയിൽ എന്നാണ് പറയാൻ വേണ്ടി, പല ഫാമിലി ബിസിനസ്സിലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് യു ഷുഡ് അറ്റൈൻ എ ഏജ് ഓഫ് 45 ടു ടേക്ക് ഓവർ ആസ് ദി ചീഫ് ഓഫ് റണ്ണിങ് ദ ബിസിനസ്. ഈ ക്രൈറ്റീരിയാസ് എല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി റിട്ടയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബേസിൽ സാധാരണഗതിയിൽ അവരുടെ പ്രായം 60 to 65 ആവാനാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അതിനൊരു എൻഡ് വരുത്തിയിട്ട് അവരെ വേറെ എൻഗേജ് ചെയ്യിച്ചിട്ട് ഈ നെക്സ്റ്റ് ജനറേഷൻ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ സ്പേസ് കുറയും, അവർ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകും. പല കേസിലും കണ്ടിട്ടുണ്ട്, ഫാദറൊക്കെ 80 years 85 years ഒക്കെ വരെ ഹെൽത്തി ആയിട്ട് അത് ഓടിച്ചിട്ട് നടക്കും. ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും സണ്ണിന് 60 ആയി. പുള്ളി പറയും എനിക്ക് ഞാൻ താല്പര്യമില്ല, എനിക്ക് ഇനി എന്ത് ചെയ്യാനാണ്. അപ്പം അങ്ങനെയുള്ള ഫാമിലി ബിസിനസ് കേസുകളും ഉണ്ട്. സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം ഈ സക്സസറായിട്ട് നമ്മൾ കാണുന്ന ഈ മക്കൾ, ഇവർക്ക് ഈ ബിസിനസ്സിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? യെസ്, അങ്ങനെയുള്ള കേസുകളും ധാരാളം ഉണ്ട്. കുട്ടികൾ പുറത്ത് പോയി പഠിക്കുന്നു, പുറത്ത് നല്ല നല്ല ഹൈലി എഡ്യൂക്കേഷൻ കിട്ടുന്നു, അവർ നല്ല നല്ല കോർപ്പറേറ്റുകളിലും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളിലൊക്കെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫാമിലി ബിസിനസ്സിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നിലെ ആ ഓണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് ബിസിനസ് പ്രൊഫഷണലി മാനേജ്ഡ് ആക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അവരെ കുറച്ച് സമയം മാത്രമേ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. കാരണം സ്കിൽ അവർക്ക് ഓൾറെഡി ഉണ്ട്. ഒരു ബോർഡിലോ അല്ലെങ്കിൽ കൗൺസിലിലോ ഒക്കെ വെച്ചിട്ട് പ്യുവർ സിസ്റ്റം വിത്ത് പ്രൊഫഷണൽ മാനേജേഴ്സ് ആക്കി കഴിഞ്ഞാൽ ഓണർഷിപ്പ് വിൽ ബി വിത്ത് ദം ആൻഡ് മാനേജ്മെൻറ്റ് വിൽ വിത്ത് ദി പ്രൊഫഷണൽ. ആ രീതി ചെയ്യാം. ഇനി ചില കേസുകളിൽ കണ്ടുവരാറ് മക്കളെന്ന് പറയുമ്പോൾ ഈവൻ ബേസിക്കലി പെൺകുട്ടികളാണെങ്കിൽ അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ അപ്പോഴും ചെയ്യാവുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതായത് ഈ കമ്പനി വെൽ റൺ ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വെൽ ഗവേൺഡ് കമ്പനി ആയിരിക്കണം. നല്ല ബിസിനസ് ഗവേണൻസും സിസ്റ്റംസും ഉള്ള കമ്പനി ആണെങ്കിൽ ഇത് മെർജ് ചെയ്യാം, ടേക്ക് ഓവർ ചെയ്യാം, സെല്ല് ചെയ്യാം, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോഴും മേജർ ഷെയർ കൊടുത്തിട്ട്
അതിൻ്റെ മജോറിറ്റി ഷെയർ ഈ ബയർ വാങ്ങിയിട്ട് കുറച്ച് ഷെയർ ഇവർക്ക് വെച്ചുകൊണ്ടിരുന്ന അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യാം, മറ്റൊരു നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോപ്പറായിട്ട് വെൽ ഗവേൺഡ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് കേസ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബിസിനസ് ശരിക്കും നടത്താണ്ട് ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് വെച്ച് അവരുടെ ഡിസിഷൻസാണ് പ്രാധാന്യം കൊടുത്ത് സിസ്റ്റത്തിന് പ്രാധാന്യം ഇല്ലാണ്ട് പോകുന്ന ബിസിനസ്സുകളിലാണ് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ അധികം ഉണ്ടാവാറ്. ഈ കേസിൽ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും സൊല്യൂഷൻസ് ആണ്. സാർ, ഇപ്പോൾ ഒരു സംരംഭകൻ, അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പ്രായമായി, ഇവർക്ക് മക്കളില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യാറ്? ഇങ്ങനെയുള്ള കേസിലും ഏതായാലും മക്കളില്ല എന്നുള്ള കാര്യം കുറേ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചില കേസുകളിലൊക്കെ അഡോപ്റ്റഡ് കുട്ടികൾ വരാറുണ്ട്, അവരെ ട്രെയിൻ ചെയ്യിച്ചിട്ട് ഏൽപ്പിക്കാറുണ്ട്. അല്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് എംപ്ലോയീസിനെ ഏൽപ്പിക്കാം. അതായത് അവർ റണ്ണിങ്ങും അതിൻ്റെ ഷെയറും ഒരു പ്രോസസ്സിലൂടെ അത് സെല്ല് ചെയ്തിട്ട് എംപ്ലോയീസിനെ ഏൽപ്പിക്കാം. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശം, ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തുണ്ട്, എന്താണ് ഇവരുടെ റിട്ടയർമെൻറ്റ് പ്ലാൻസ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഏജൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടും വലിയ കാര്യമില്ല. പിന്നെ എൻഗേജിന് വേണ്ടി ചെയ്യാം. പക്ഷെ അന്നേരം അവർ ചെയ്യേണ്ടത് അവരുടെ വില്ല് റെഡി ആയിരിക്കണം. ആ വില്ലിൽ അവർ ക്ലിയർ ആയിട്ട് പറയണം, എൻ്റെ കാലശേഷം ഈ ഷെയർസ് ഇന്നയാൾക്ക് പോകും എന്നുള്ളത് വന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയോട് കൂടി പോയി കഴിഞ്ഞാൽ അവരുടെ ഓപ്ഷനാണ് എന്താണ് അവരുടെ പ്രിഫറൻസ് നോക്കിയിട്ട്. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്.